എല്ലാവരും പറഞ്ഞും പ്രതികരിച്ചും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ഒരു 2 വാക്ക് ഞാനൊന്ന് പറഞ്ഞോളട്ടെ കേട്ടോ. എടാ രഘു മോനെ, നീ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ ഈ തട്ടമിട്ട കുറച്ചെണ്ണത്തിന് മാത്രമേ നീ കണ്ടുള്ളൂ അല്ലേ? ബാക്കി 2 പേരായ ആശ ടീച്ചറെ മജിദ ടീച്ചറെ നീ കണ്ടേയില്ല. നിന്റെ കണ്ണിലുടക്കിയത് ഹിജാബ് ഇട്ട കുറച്ച് പേരാണ്. പിന്നെ ഒന്നും നോക്കാണ്ട് ഈ എടുത്തങ്ങ് മേഞ്ഞു അല്ലെ? ഇപ്പൊ നിന്നെടുത്ത ആൾക്കാരിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നീ മാപ്പും കോപ്പുമായിട്ട് നീ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് കേട്ടു നോക്കാം, അതേ കുറച്ചൊന്ന് കേട്ടു നോക്കാം. സത്യത്തിൽ ബ്രോ എനിക്ക് അത് അബദ്ധം പറ്റിപ്പോയതായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് പോയൊക്കെ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് പോലെ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട്. പോലെ മുസ്ലിങ്ങളുടെ പേര് കണ്ടു ഉടനെ ഞാൻ അങ്ങ് കയറി അങ്ങ്. അപ്പൊ അങ്ങനെ ഒരു കാരണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ചേർത്തലയില് മറ്റേ കുഴിമന്തിക്കടയിൽ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിന്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയല്, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയല് ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും. ഈ തട്ടമിട്ട ആൾക്കാരെ കണ്ടപ്പോൾ നിനക്ക് കുരുപൊട്ടി, അതിന് മറ്റു 2 ടീച്ചർമാരെ കണ്ടപ്പോൾ വേറെ ആർക്കും കുരുപൊട്ടിയൊന്നും ഞങ്ങൾ കണ്ടില്ലല്ലോ. ഇനിയൊക്കെ ഇതൊരു മനുഷ്യനാണ്. നിന്നൊക്കെ നിന്റെ പ്രസവിക്കുന്നതിന് പരം വിസർജനം ചെയ്ത് പോകുന്നത് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ആയിരിക്കും നീ വന്നേക്കുന്നത്. അല്ലാണ്ട് മനുഷ്യന്മാർക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമല്ല ഇതൊന്നും. ഒരാൾ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം അയ്യോ എന്ത് പറ്റിയതാന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. അതിൽ നമ്മളിവിടെ ജാതി തിരയുന്നു, മതം തിരയുന്നു, കോപ്പ് തിരയുന്നു, കുടച്ചക്രം തിരയുന്നു. പടച്ചോനെ പറ്റരുതായിരുന്നല്ലോ ആ കുടുംബത്തിന്റെ വേദന. ഏത് ആൾക്കാരായിക്കോട്ടെ മനുഷ്യരല്ലേ എന്നൊരു കൺസിഡറേഷൻ മാത്രമേ ഞങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. ഞങ്ങളും ഈ പറഞ്ഞ പോലെ പള്ളിയും നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായാലും ഒന്നിലും ഞങ്ങൾ മതം തരില്ല. മനുഷ്യത്വത്തിൽ മതം തരേണ്ട പ്രശ്നമേ ഇല്ല. നീയൊക്കെ പെട്ടെന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. നീ കള്ളു കുടിച്ചിട്ട് പറഞ്ഞതല്ലേ? കള്ളു കുടിച്ചിട്ട് ആൾക്കാർ ഇതാ വരുന്നു പറയുന്നത്. അപ്പൊ നിന്റെ ഉള്ളിൽ അത്ര വിഷം ഉണ്ട്, അതുകൊണ്ടാണ് നിന്റെ വായനത് വന്നത്. എന്നിട്ട് നീ പറഞ്ഞു വിഷുവിന് ഒരാൾ ബിസിനസിന്റെ പർപ്പസിൽ ഉണ്ണിക്കണ്ണനെ ബീഫ് തീറ്റിക്കുന്നു അല്ലെങ്കിൽ ഷിയാസ് കരീം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അത് പറയേണ്ട സ്ഥലമാണോ അത്? അതിന് പകരം ചോദിക്കേണ്ട സന്ദർഭമാണോ അത്? നീയൊക്കെ ഇത് മനുഷ്യനെ പോയി ചത്തൂടാ നിനക്കൊക്കെ.